ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ട്രിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇപ്പം നമ്മുടെ ഫ്രീസറിൽ ഒരു തുള്ളി ഉജാല ഒഴിച്ചാൽ കറണ്ട് ബില്ല് നമുക്ക് പകുതിയാകും. അതെങ്ങനെയാണെന്ന് കണ്ടു നോക്കിയേ. ഫസ്റ്റ് ടിപ്പിലേക്ക് പോകാം. ഇതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഏത് പാത്രമാണ്? ഇവിടെ ഒരു ബക്കറ്റാണ് മതി കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് ഒന്നെങ്കിൽ ഷാമ്പു എടുക്കാം, അല്ലെങ്കിൽ ഹാൻഡ് വാഷ് എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നമുക്ക് എടുക്കാം കേട്ടോ. പിന്നെ ഇവിടെ എടുക്കുന്നത് ഹാൻഡ് വാഷാണ് ഇതിലേക്ക് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഹാൻഡ് വാഷ് ഒഴിച്ചു കൊടുക്കാം. അടുത്ത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു തുള്ളി ഉജാലയാണ് കേട്ടോ. ഈ ഉജാലയും ഹാൻഡ് വാഷും കൊണ്ടുള്ള അടിപൊളി ഒരു ടിപ്പാണിത്. അപ്പം നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ചൂടുവെള്ളമാണ് കേട്ടോ. തണുത്ത പച്ചവെള്ളം ഒന്നും വേണ്ട, നമുക്ക് ചൂടുവെള്ളം വേണം. നല്ല തിളച്ച വെള്ളമാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് 2 തുള്ളി ഉജാലയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ ഉജാലയും ഈ ഹാൻഡ് വാഷും ഈ ചൂടുവെള്ളം കൂടെയാണ് ഞാൻ ഫസ്റ്റ് എടുക്കുന്നത്. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതെന്തിനാന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഞാൻ പോകുന്ന ടിപ്പ് അത്രയ്ക്ക് അടിപൊളി ഒരു ടിപ്പാണ് ഇത്. നമ്മുടെ വീടുകളിൽ ഇതുപോലെ ചായക്കറയൊക്കെ പിടിച്ച പാത്രങ്ങൾ കാണുമല്ലോ. പാത്രങ്ങൾ, അതുപോലെ ചായ വെക്കുന്ന പാത്രങ്ങൾ, കപ്പൊക്കെ നമ്മൾ ചായ ആറ്റാനെടുക്കുന്ന ഇത്, അതുപോലെ നമ്മുടെ കുപ്പി ഗ്ലാസ്സുകൾ, ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ ആ കറ ഫുള്ള് പോകട്ടെ. നമ്മൾ ഉരയ്ക്കാതെ എല്ലാം ആ കറ ഫുള്ള് പോവുകയും ചെയ്യും. നമ്മൾ പുതിയതായിട്ട് മേടിച്ചതുപോലെ തന്നെ ആയിരിക്കും നമ്മുടെ പാത്രങ്ങളെല്ലാം കൂടെ. അതുപോലെ കുട്ടികളുടെ ടിഫിൻ ബോക്സുകൾ, ഇതൊക്കെ നമ്മൾ ഡെയിലി കൊടുത്തു വിടുന്നതിനെ കുട്ടി. അപ്പോൾ അതിൻ്റെ കളറെല്ലാം പോയിട്ട് ഒരുമാതിരി കറയൊക്കെ പിടിച്ചിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ തേക്കുകയും വേണ്ട ഉരയ്ക്കുകയും വേണ്ട, ഇങ്ങനെ ഒന്ന് കുറച്ച് നേരം ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് കഴുകി നോക്കിയേ. കറയും ഫുള്ള് പോകും. നല്ല നമ്മൾ പുതിയ പാത്രം മേടിച്ചതുപോലെ തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പ് ഇതുപോലെ കുട്ടികളും മുതിർന്നവരും എല്ലാം ഈ സോക്സ് ഉപയോഗിക്കുമല്ലോ. അപ്പോൾ അത് ഉപയോഗിച്ച് കഴിയുമ്പോൾ വൈറ്റ് കളറൊക്കെ ആണെങ്കിൽ ഇതിൽ ഒരുപാട് കറ പിടിക്കാനും അഴുക്ക് പിടിക്കാനും ഒക്കെ ചാൻസ് കൂടി. എത്ര കഴുകിയാലും ഒരു നല്ലൊരു പുതിയതായിട്ട് കിട്ടത്തുമില്ല. ഒരുമാതിരി കളർ മങ്ങിയതുപോലെ ഇരിക്കും. അത് വൈറ്റ് കളറിൽ സോക്സ് ആകുമ്പോഴത്തേക്കും ഒത്തിരി കളർ മങ്ങിയതുപോലെ ഇരിക്കും. പക്ഷേ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഈ ചെയ്ത് വെച്ച സൊല്യൂഷനിലേക്ക് ഇതൊന്ന് മുക്കി വെച്ച് കുറച്ച് നേരം വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ മുക്കിയിട്ടിട്ട് രാവിലെ കഴുകുവാണെങ്കിൽ നല്ലതാണ്. അല്ലൊരു 10 മിനിറ്റെങ്കിലും നിങ്ങൾ അതിലൊന്ന് മുക്കി വെച്ചതിന് ശേഷം കൈ കൊണ്ടൊന്ന് ഞെവടി എടുത്ത് നോക്കിക്കേ. പുതിയതുപോലെ തന്നെ ഇരിക്കും കേട്ടോ. ഒരു മാറ്റം പറ്റില്ല. നല്ലൊരു കളറായിരിക്കും. ആ കളർ മങ്ങിപ്പോയ കാര്യം ഉജാലയുടെയും അതുപോലെ തന്നെ ഹാൻഡ് വാഷ് ചൂടുവെള്ളമൊക്കെ ആയത് കാരണം നല്ല സൂപ്പറായിട്ട് നല്ല വെളുത്ത് കിട്ടും. നമ്മുടെ വൈറ്റ് കളറിലെ സോക്സ് മാത്രമല്ല, വൈറ്റ് കളറിലെ ഷർട്ടുകളൊക്കെ ഇല്ലേ, അതാണ് ഇതിൻ്റെ ഷർട്ട്. കുട്ടികളുടെ യൂണിഫോം ആണെങ്കിൽ നല്ല സൂപ്പറായിട്ട്, അതായത് വൈറ്റ് കളർ ആയിട്ടുള്ള ഷർട്ടും യൂണിഫോം ഒക്കെ ആണെങ്കിൽ നമുക്ക് നല്ലപോലെ ക്ലീനായിട്ട് കിട്ടുകയും ചെയ്യും. ചെളിയൊക്കെ ഉണ്ടെങ്കിൽ പോവുകയും ചെയ്യും കേട്ടോ. ഇതിങ്ങനെ ഒന്ന് ചെയ്ത് വെച്ചാൽ മാത്രം മതി. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനി അടുത്ത ടിപ്പ്, ഇതുപോലെ നമ്മുടെ ക്ലോസറ്റൊക്കെ കഴുകാനൊക്കെ നമുക്ക് ഒരു ദിവസം ഒന്ന് കഴുകാനും എടുക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടും പാടും ഒക്കെ വരുവാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയതിന് ശേഷം ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു വിടണം. വെള്ളം നല്ലപോലെ ഒന്ന് ഒഴിച്ചു വിട്ടിട്ട് നമ്മൾ ഒരു കഴുകേണ്ടവർക്ക് കഴുകാൻ ബ്രഷ് വെച്ച് കുറച്ച് കഴുകാം. അല്ലെങ്കിൽ നമ്മളൊരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ചുമ്മാ ഒന്ന് വെള്ളം ഒഴിച്ചു വിട്ടാൽ മതി. ഇതുപോലെ നല്ല വെട്ടി തിളങ്ങി കിടക്കും കേട്ടോ. ഇതിനായിട്ട് ഉരക്കേ വേണ്ട, കൈയും വേദനിക്കത്തില്ല, ഉരക്കേ വേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് കണ്ടില്ലേ. അതുപോലെ തന്നെ നമ്മുടെ വീടൊക്കെ തുടയ്ക്കാനായിട്ട്, അതായത് ടൈലൊക്കെ ഇട്ട വീടാണെങ്കിലും സാധാ വീടാണെങ്കിലും അത് വൈറ്റ് കളറിലെ ടൈലൊക്കെ ഉള്ളവരൊക്കെ വീട് എത്ര കഴുകിയാലും തുടച്ചാലും ഒരു കളർ വ്യത്യാസങ്ങൾ എന്താണെങ്കിലും വരും. പക്ഷേ വൈറ്റ് കളറൊക്കെ ടൈലൊക്കെ ഉള്ളവർ ഇതുപോലെ നമ്മുടെ ഈ ഉണ്ടാക്കി വെച്ച സൊല്യൂഷനിൽ അതുപോലെ ഒന്ന് തുടയ്ക്കുവാണെങ്കിൽ നമ്മൾ ആ കളറിനൊക്കെ നല്ലൊരു വെട്ടി തിളങ്ങുന്ന പോലെ കിട്ടും. പക്ഷേ ഈ കറ പിടിക്കുക ഒന്നും ചെയ്യത്തില്ല. ഉജാലയുടെ കളർ പിടിക്കുക ഒന്നും ചെയ്യത്തില്ല കേട്ടോ. നമ്മുടെ കയ്യിൽ പോലും ഉജാലയുടെ കളർ പിടിക്കില്ല. അപ്പോൾ ഇതിങ്ങനെ ഇതുപോലത്തെ മാർബിൾ ഇതിട്ടിരിക്കുന്ന കാരണം നമുക്ക് നല്ലപോലെ പെട്ടെന്ന് അറിയാൻ പറ്റത്തില്ലെങ്കിലും, പക്ഷേ വൈറ്റ് കളറൊക്കെ ഇടയ്ക്കൊക്കെ ഉള്ളത് കാരണം നമുക്ക് നല്ലപോലെ ക്ലീൻ ആയിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും കേട്ടോ. നല്ലപോലെ ഒരു കളർ വ്യത്യാസം നല്ല അടിപൊളിയായിട്ട് വരും. നല്ലപോലെ തിളങ്ങി കിട്ടും. അതുപോലെ തന്നെ വൈറ്റ് കളർ ടൈലുള്ളവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. അവർക്ക് അന്നപ്പോൾ മനസ്സിലാകും കേട്ടോ. അത് ഉജാലയുടെ കളറോ ഒന്നും പിടിക്കത്തില്ല, പക്ഷെ നല്ല തിളങ്ങി കിട്ടും. അപ്പോൾ നിങ്ങളതൊന്ന് ചെയ്ത് നോക്കും കേട്ടോ. ഇനി അടുത്ത ടിപ്പ് വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ടിപ്പാണ്. നമ്മുടെ വീടുകളിൽ ഉണ്ടായി വരുന്ന ഈ കറണ്ട് ബില്ല് ഭയങ്കര കൂടുതലല്ലേ. അപ്പോൾ നമുക്ക് അതൊന്ന് കുറയ്ക്കാനും അതുപോലെ തന്നെ ഫ്രിഡ്ജിലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അത് തുരുമ്പൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിലൊക്കെ മാറ്റാനും പറ്റിയ അടിപൊളി ഒരു ടിപ്പാണിത് കേട്ടോ. കുറച്ച് ഉജാല, ഈ ഒരു ഉജാല ഇതുപോലെ ഒഴിച്ച് കൊടുക്കരുത്. കണ്ടില്ലേ, ഞാൻ ഇപ്പോൾ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഒഴിച്ചിട്ട് ആ കറ അതിൽ പിടിക്കുമെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. കറ അതിൽ പിടിക്കില്ല, അതായത് ആ കളർ അതിൽ പിടിക്കില്ല. അപ്പം അങ്ങനെ ഒഴിച്ച് കൊടുക്കാതെ വേറൊരു രീതിയിലൂടെ നമുക്ക് ചെയ്യുവാണെങ്കിൽ
സൂപ്പറായിട്ട് വെളുത്ത് വളവളാന്ന് മിനിക്കിട്ടുകയും ചെയ്യും. ഇതുപോലെ തന്നെ ഐസ് കട്ട പിടിക്കത്തില്ല. നമുക്ക് അങ്ങനെ കറണ്ട് ബില്ലൊക്കെ ലാഭിക്കാൻ പറ്റും കേട്ടോ. അപ്പം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സൊല്യൂഷൻ കുറച്ചെടുത്ത് നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. ഇനി അതുകൊണ്ട് നമ്മൾ ന്യൂസ് പേപ്പർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഫ്രിഡ്ജിൻ്റെ സൈഡിലെ സ്ക്രൂ ഒക്കെ കാണത്തില്ലേ, എന്ന് ഈ ഫ്രിഡ്ജിലിങ്ങനെ ആ സ്ക്രൂവിനൊക്കെ തുരുമ്പൊക്കെ പിടിക്കാനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പം നമ്മൾ ഇതുകൊണ്ട് തന്നെ ഒന്ന് ഈ സ്ക്രൂവിൽ ഇങ്ങനെ തേച്ച് കൊടുക്കുക. ഇങ്ങനെ തേച്ച് കൊടുത്തതിന് ശേഷം അത് കുറച്ച് നേരം 5 മിനിറ്റ് ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് തുടച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ആ തുരുമ്പ് അഥവാ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതേ ന്യൂസ് പേപ്പർ തന്നെ ഇതിനായിട്ട് എടുക്കണം കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാൻ. ഇത് കണ്ടില്ലേ, നമ്മുടെ പഴയ ഫ്രിഡ്ജാണെങ്കിലും നമുക്ക് നല്ലപോലെ ക്ലീനാക്കി നല്ല വെട്ടി തിളക്കി എടുക്കാൻ പറ്റും. വേറെ ഒരു സാധനം ചേർക്കേണ്ട, നമ്മുടെ ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി. എന്നിട്ട് നമുക്ക് ക്ലീനായിട്ട് എടുക്കാം. പിന്നെ നിങ്ങൾ ഈ സൊല്യൂഷനിലേക്ക് ഞാനിത് സ്കിപ്പായി പോയതാണ്, ഒരു സ്വല്പം, അതായത് 1/2 ടീസ്പൂൺ നമ്മുടെ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അതിൻ്റെ കൂടെ ഒരു പിഞ്ച് ഉപ്പൂട് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് തുടച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് കറണ്ട് ബില്ല് വളരെ നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കണ്ടില്ലേ എന്തും മാറ്റമാണ് നമ്മുടെ ഈ ഫ്രീസറിന് വന്നിരിക്കുന്നതെന്ന് കണ്ടു നോക്കൂ. എത്ര പഴയ ഫ്രീസറാണെങ്കിൽ നമുക്ക് വെട്ടി തിളക്കിയെടുക്കുക. ഫ്രീസർ മാത്രമല്ല, ഫ്രിഡ്ജിൻ്റെ അകം തന്നെ നമുക്ക് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതേ രീതിയിൽ നല്ലപോലെ ഒന്ന് തുടച്ചെടുത്താൽ മതി. ഒരു കോട്ടൻ്റെ തുണിയും കൊണ്ടൊന്ന് തുടച്ചെടുത്താൽ മാത്രം മതി. പ്രത്യേകിച്ച് വെള്ളം ഒഴിച്ച് കഴുകേണ്ട ഒരു ആവശ്യമില്ല. എന്നിട്ട് നിങ്ങൾ ഈ സാധനങ്ങളൊക്കെ നമ്മൾ മീൻ, ഇറച്ചി ഇതൊക്കെ മേടിച്ചെന്ന് വെച്ച് വയ്ക്കുക. ഐസ് കട്ട പിടിക്കത്തില്ല. പക്ഷെ നല്ല കൂളിംഗ് ആയിരിക്കും, ഐസ് കട്ട പിടിക്കത്തില്ല. വെള്ളമൊക്കെ വെച്ചാലും വെള്ളമൊക്കെ നല്ല കട്ടയായെങ്കിലും ഈ മഞ്ഞ് പിടിച്ചിരിക്കുന്ന പോലെയൊക്കെ നമ്മുടെ ഫ്രീസറിനകത്ത് ഇങ്ങനെ പിടിച്ചിരിക്കുമ്പോഴാണ് കൂടുതൽ കറണ്ട് ബില്ലൊക്കെ ആകുന്നത്. അങ്ങനെ ഒന്നും വരത്തില്ല കട്ട അതുകൊണ്ട് കട്ടയൊന്നും പിടിക്കാതെ തന്നെ നമുക്ക് നമ്മുടെ ഫ്രീസറിൽ വെക്കുന്ന സാധനങ്ങളെല്ലാം പെട്ടെന്ന് എടുക്കാൻ പറ്റും. കട്ട പിടിച്ചിരിക്കുമ്പോൾ ഭയങ്കര പാടായിരിക്കും നമുക്ക് അത് ഫ്രീസറിൽ നിന്ന് എടുക്കാൻ തന്നെയല്ലേ. അപ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കത്തൊന്നുമില്ല. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്. കണ്ടില്ലേ, നമ്മുടെ ആ ഫ്രീസറിൻ്റെ കളർ നോക്കി നല്ല സൂപ്പറായിട്ട് വെട്ടിത്തിളങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറയണം. അതുപോലെ എൻ്റെ ചാനൽ ആദ്യം കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോസ് ചാനലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഇതുവരേക്കും ബായ്.